അർജുൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കൊയിലാണ്ടി പിന്നിട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റോടുകൂടി പൂളാടിക്കുന്നിലേക്ക് എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ കൂടുതൽ ആളുകൾ അർജുനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി വിലാപയാത്രയായി കണ്ണാടിക്കൽ വരെ അനുഗമിക്കുന്നതിനായി എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. 5 മണി മുതൽ 4:30 മുതലൊക്കെ തന്നെ ഇവിടെ വന്നു നിൽക്കുന്ന ആളുകളുണ്ട് എന്നത് തന്നെയാണ്. അതിപ്പോഴും ആളുകൾ കൂടുതലായി വന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ്. പറഞ്ഞതുപോലെ അർജുന് വേണ്ടി ആദ്യഘട്ടത്തിൽ ഷിരൂരിൽ പോയി, അതായത് കേരളത്തിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരെ അവിടെ തിരച്ചിലിനൊക്കെ ഭാഗമായി അങ്ങോട്ടേക്ക് വിളിച്ചിരുന്നു. ആ സമയത്ത് കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും മലപ്പുറം ജില്ലയിൽ നിന്നും സ്വമേധയാ മുന്നോട്ട് വന്ന 100 കണക്കിന് പേരാണ് ഷിരൂരിലേക്ക് പോയിരുന്നത്. അതിൽ പങ്കെടുത്ത കുറേ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് അന്ന് അർജുന് വേണ്ടി തിരഞ്ഞതാണ്. ഇന്നിങ്ങനെ അർജുൻ ഈ വിധത്തിൽ നാട്ടിലേക്ക് വരുമ്പോൾ കാണാതെ ആ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കാതെ പോവാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആളുകളുണ്ട്. ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം നൽകുകയും തിരച്ചിൽ ഊർജിതമാക്കണം, കൂടുതൽ മുങ്ങൽ വിദഗ്ധരെ അടക്കം ഷിരൂരിൽ ഗംഗാവലിയിൽ ആവശ്യമുണ്ടെങ്കിൽ ആക്ഷൻ കമ്മിറ്റി കണ്ടെത്തി നൽകാം എന്നൊക്കെ പറഞ്ഞ് കേരള മുഖ്യമന്ത്രി അടക്കം കണ്ടിരുന്നു. അപ്പോൾ ആ ആക്ഷൻ കമ്മിറ്റിയുടെ ആളുകളുണ്ട്. ഒപ്പം പൂളാടിക്കുന്ന് നിവാസികളായ ആളുകൾ, മറ്റു ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകളൊക്കെ ഇവിടെ കാത്തു നിൽക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം പൂളാടിക്കുന്നിലേക്ക് എത്തിച്ചേരുമെന്നതാണ്. ഈ ആളുകളെല്ലാവരും തന്നെ ഇവിടെ നിന്ന് പിന്നീട് കണ്ണാടിക്കലിലേക്ക് ആംബുലൻസിനെ അനുഗമിക്കുകയും ചെയ്യും. അങ്ങനെ ആകുമ്പോൾ വലിയ ജനസഞ്ചയം തന്നെയാണ് കണ്ണാടിക്കൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. അതിദുഃഖകരമായ നിമിഷങ്ങളാണ്. എല്ലാവരും തന്നെ അർജുനെ ഓർത്തും ആ കുടുംബത്തെ ഓർത്തും കണ്ണീർ വാർത്തുകൊണ്ടേയിരിക്കുകയാണ്. പരമാവധി ചേർത്ത് പിടിക്കുക കൂടിയാണ്.